ഏകദേശം എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു MBA ജൂലൈ 24 സ്റ്റുഡൻസ് കുറച്ച് നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഓറിയന്റേഷൻ പ്രോഗ്രാം. അപ്പം ഈ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത സമയത്ത് കണ്ടിരിക്കും 8.0 എന്നുള്ളത് നിങ്ങൾ അതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന 8th ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഈ ഒരു ഓറിയന്റേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ്. അപ്പം ഫസ്റ്റ്ലി ഞാൻ എല്ലാവരെയും ലേണേഴ്സിനെ ആണെങ്കിലും അതുപോലെ തന്നെ ലേൺ വൈസ് ടീമിനെ ഞാൻ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ കൂടെ ലേൺ വൈസ് ടീമിലെ മെന്റേഴ്സ് ആയിട്ടുള്ള കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ വാണി മാമും അതുപോലെ തന്നെ ഹിബ മാം ഉണ്ട്. അതുപോലെ BCA ഡിപ്പാർട്ട്മെന്റിലെ അർച്ചന മാം ഉണ്ട്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ ആദ്ര മാം. അങ്ങനെ കുറച്ച് മെന്റേഴ്സ് നമ്മുടെ കൂടെ ഫസ്റ്റ് സെഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഓറിയന്റേഷന്റെ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിയ സമയത്ത് ഒരു തീം കണ്ടിരിക്കും, ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ്. അതായത് ഈ ഒരു 3 വേർഡ്സിലൂടെ നിങ്ങളുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലേണിംഗ് എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആ ഒരു 3 വേർഡിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് അതിന്റെ ഫസ്റ്റ് വേർഡ് ഡിസ്കവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് ത്രൂ ലേൺ വൈസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലേൺ ആണ്. അതായത് നമ്മളിപ്പം നിങ്ങളുടെ ഡ്രീം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്ത് അത് മിനിമം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അത് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു അച്ചീവ് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ പാഷന്റെ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു ഓറിയന്റേഷന്റെ തീമായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ സെഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെഷൻ ആണ്, ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് സെഷൻ ആണ്. സേ ഹലോ ടു, അതായത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ കാണാനും പരിചയപ്പെടാനും അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ആക്കി നല്ല പ്രസന്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈ ഒരു സെഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇന്ററാക്ട് ചെയ്ത് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകേണ്ട ഒരു സെഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കാവോ? മാക്സിമം എല്ലാവരും പോസിബിൾ ആവുന്ന രീതിയിൽ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കാം. നമ്മളെല്ലാവരും ഇപ്പം എല്ലാ ലേണേഴ്സിനെയും നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുന്നതായിരിക്കും. ലേൺ വൈസ് ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോരുത്തരും നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ഓഡിയോ എല്ലാം ഓൺ ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ എല്ലാവരും നിങ്ങളുടെ പേരൊന്ന് റീനെയിം ചെയ്ത് വെക്കുക. ഇപ്പൊ നമുക്ക് ഇതിൽ നോക്കിയാൽ ഐഫോണ് അതുപോലൊക്കെയാണ് പല സ്റ്റുഡൻസിന്റെയും അക്കൗണ്ട് കാണിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് റീനെയിം ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാറുണ്ട്. ആസ് എ സ്റ്റുഡന്റ് എന്ന രീതിയിൽ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും ഇൻവൈറ്റ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. എല്ലാവരും ഒന്ന് റീനെയിം ചെയ്യുക. നിങ്ങളുടെ എന്താണ് നമ്മുടെ ആ പേരിന്റെ അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ കർസർ അവിടെ പേരിന്റെ അവിടെ കൊണ്ടുവന്ന് ചെന്നാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാം. അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ നിങ്ങളുടെ പേര് അവിടെ വരും. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷനാണ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വളരെ പ്രസന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെഷൻ സേ ഹലോ ടു ആണ്. നിങ്ങൾ ലേൺ വൈസിലേക്ക് ഹലോ എന്ന് പറയുന്ന ഒരു സെഷൻ ആണ്. അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ് വോളണ്ടിയർ ആയിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് വരുന്നത്? ആരൊക്കെയാണ് നമ്മൾ വോളണ്ടിയർലി ഇപ്പം നമ്മുടെ ലേൺ വൈസ് ടീമിലേക്ക് നമ്മുടെ ലേണേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്താനായിട്ട് ആരൊക്കെയാണ് വരുന്നത്? ഞാൻ ആദ്യം ചെയ്യാം. ഓക്കെ ഓക്കെ, വന്നാട്ടെ. ഞാൻ ജിതിഷ. ആക്ച്വലി ഇതെന്റെ സെക്കൻഡ് ഓറിയന്റേഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ ജോയിൻ ചെയ്തിരുന്നു, പിന്നെ കുറച്ച് മെഡിക്കൽ റീസൺ കൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. മെഡിക്കൽ റീസൺ സ്റ്റിൽ റിമെയിൻസ്, ബട്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നോക്കാം എവിടം വരെ പോകുന്നു. അതുകൊണ്ട് ഞാൻ റീജോയിൻ ചെയ്തു. ഓക്കെ ഇത്തവണത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം ജസ്റ്റ് 1-2 ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാരെ കണ്ടിരുന്നു, പിന്നെ ഐ കുഡന്റ് കണ്ടിന്യൂ. ഇത്തവണ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ആഗ്രഹത്തിൽ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുക.
ഓക്കെ. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഹോബി അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ജസ്റ്റ് കാഷ്വലി ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തേക്ക് അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് സെഷൻ. ഓക്കെ. എനിക്ക് താല്പര്യം കുറച്ച് ആർട്ട് വർക്കിലാണ്. ക്രോഷ്യ ചെയ്യും, അങ്ങനെ പിന്നെ ഡാൻസ് പഠിക്കുക, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോണ ആളാണ്. വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല. അത്ര. അതെ, ആക്റ്റീവ് ആണ് അല്ലെ? യെസ്. ഓക്കെ, താങ്ക് യു ജിതിഷ. താങ്ക് ഇനി യു. ആരാണ് വരുന്നത്? എല്ലാവരും പേര് വിളിക്കാതെ തന്നെ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് നിങ്ങളുടെ സെഷനാണ്, നിങ്ങൾ പരസ്പരം പരിചയപ്പെടുന്ന ഒരു സെഷനാണ്. നിങ്ങൾ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ അല്ലെങ്കിൽ ഇപ്പം വളരെയധികം പേരൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഇങ്ങനെ ഒരു കോളേജ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. തീർച്ചയായിട്ടും വോളണ്ടിയർലി വരുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പേര് വിളിക്കാതെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. ഞാൻ ഫെമിയാണ്. കേൾക്കുന്നുണ്ടോ? പേര് എന്റെ പേര് ഫെമിയാണ്. ഫെമി. ഓക്കെ ഓക്കെ. ഫെമിയാണ്. ഞാൻ കറന്റ് വർക്കിംഗ് ആണ് കണ്ണൂരില്. എംകോം കഴിഞ്ഞതാണ്. അപ്പൊ MBA എടുക്കാനായിട്ടൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പൊ MBA എടുക്കും. ഓക്കെ ഓക്കെ. എന്തിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ് അല്ലെങ്കിൽ ഒരു ഹോബി എന്നുള്ള രീതിക്ക്? ബുക്സ് വായിക്കാറുണ്ട്. പിന്നെ കുറച്ചുകൂടി നോളേജ് എങ്ങനെയെങ്കിലും, ഐ മീൻ ഇപ്പൊ ഞാൻ NISM എക്സാംസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ NISM ഞാൻ കംപ്ലീറ്റ് ഒരു എക്സാംസ് ചെയ്തായിരുന്നു ഇന്ന്. അപ്പോ അങ്ങനെ പിന്നെ ബുക്സ് വായിക്കാറുണ്ട്. അങ്ങനെയൊക്കെ. ഓക്കെ, താങ്ക് യു ഫെമി. ഓക്കെ, താങ്ക് യു. ഹലോ, ഞാൻ ആമിന. പറഞ്ഞോളൂ ആമിന. ഞാൻ BCom കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ. MBA എടുക്കണമെന്ന് ഇങ്ങനെ പോയി പഠിക്കാൻ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഓൺലൈനായിട്ട് നോക്കിയത്. പിന്നെ അത് കണ്ടിന്യൂ ആക്കണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. സ്കൂളിലും ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാൻ ട്രാവലിങ് താല്പര്യമുണ്ട്. പിന്നെ മ്യൂസിക് കേൾക്കും, അങ്ങനെ. ഓക്കെ, താങ്ക് യു ആമിന. ഇനി ആരാണ് വരുന്നത്? മാം, ഞാൻ നൗഫിറയാണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞു. ഞാൻ നൗഫിറാണ്. ഞാൻ ഒരു ഹൗസ് വൈഫാണ്. 6 years ആയി എന്റെ പഠിത്തം നിർത്തിയിട്ട്. ഇപ്പൊ വീണ്ടും റീജോയിൻ ചെയ്യാണ് ഈ സ്റ്റഡീസിലേക്ക്. എനിക്ക് 2 മക്കളുണ്ട്. അപ്പൊ അവരെ കൂടെ ബിസി ആയിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ അപ്പൊ വീണ്ടും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ. എന്തിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഹോബി എന്നുള്ള രീതിക്ക് പറയാനാണെങ്കിൽ എനിക്ക് സ്റ്റിച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ ഈ വർഷം മുതൽ തന്നെ ഒരു 1 year ഡിപ്ലോമ കോഴ്സ് പോലെ ഫാഷൻ ഡിസൈനിങ്ങിനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, കേൾക്കാം. എല്ലാവരും നല്ല സ്റ്റുഡൻസ് ആണ്. എല്ലാരും നമ്മൾ പേര് വിളിക്കാതെ തന്നെ വരുന്നുണ്ട് അല്ലേ വാണിമ? അവരാണ്, അവര് മാനേജ്മെന്റ് സ്റ്റുഡൻസ് അല്ലേ? സ്മാർട്ടാണ് എല്ലാവരും. അതെ. ഓക്കെ, അടുത്ത ആഫി. അതെ, അവര് ഫുൾ കംപ്ലീറ്റ് ആ സ്പിരിറ്റ് ഉള്ളിലേക്ക് എടുത്തിട്ടാണ് പഠിക്കാൻ വന്നിട്ടുള്ളത്. അതെ. പറഞ്ഞോ. കേൾക്കാം അഫീഫ, പറഞ്ഞോളൂ. അഫീഫ എന്നാണ് പേര്. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. BBA ആയിരുന്നേ. അപ്പൊ BBA കഴിഞ്ഞ് ഇനി MBAക്ക് അതിന്റെ കൂടെ ഞാനിപ്പോ അക്കൗണ്ടിങ്ങിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ MBAക്ക് ഇപ്പൊ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇനി ഓൺലൈനായിട്ട് തുടങ്ങാന്നുള്ള രീതിയിൽ വർക്കിന് പോണമെന്നുണ്ട്. അപ്പൊ ഇനി വർക്കിന് പോണതിന്റെ കൂടെ ഇതും കൂടി ആവാന്നുള്ള രീതിയിൽ MBA അങ്ങനെ എടുത്തതാണ്. എന്താണ് അഫീഫയുടെ ഹോബി? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാ, വീട്ടുകാരായിട്ട് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാ. വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ മ്യൂസിക് കേൾക്കുക, വീട്ടിൽ തന്നെ ഫാമിലി ആയിട്ട് ട്രാവലിംഗ്, കൂടുതലും വീട്ടിൽ തന്നെയാണ്. അങ്ങനെ പുറത്തേക്ക് കാര്യങ്ങളൊന്നും. നമ്മുടെ ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ ഹോബി അല്ലേ? കൂടുതൽ അവരുണ്ടാവും കൂടെ എല്ലാത്തിനും. പിന്നെ വീട്ടുകാരായിട്ട് അങ്ങനെ ഇരിക്കുക. അതന്നെ. അതെ, നമ്മളുടെ ഗുഡ് റിലേഷൻസ് ആണ് എപ്പോഴും നമ്മളെ ഹാപ്പി ആക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഫാമിലിയാണ് എല്ലാത്തിനും. താങ്ക് യു അഫീഫ, താങ്ക് യു.
ഇനി ആരാണ് വരുന്നേ? ഇനി ആരാണ് പരിചയപ്പെടാൻ ഹലോ, വരുന്നത്? എന്റെ പേര് ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം കേൾക്കുന്നുണ്ട്, പറയൂ പറഞ്ഞോളൂ രമ്യ. രമ്യ, പറഞ്ഞോളൂ രമ്യ. എന്റെ പേര് രമ്യ എന്നാണ്. ഓക്കെ ഞാൻ ഹൗസ് വൈഫാണ്. ഓൾമോസ്റ്റ് 12 years ആയി സ്റ്റഡീസിന്റെ ഇതൊന്നും വിട്ടിട്ട്. ഓക്കെ അപ്പൊ MBA ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ. അപ്പൊ ഇപ്പോഴാണ് അവസരം ഒത്തു വന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. എനിക്ക് 2 കുട്ടികളാണ്. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ ഇപ്പോഴാണ് ഒന്ന് ഇതായത്, ഫ്രീ ആയത്. ഓക്കെ പിന്നെ ഹോബീസ് എന്നൊക്കെ പറയാൻ ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ യാത്രയിലാണ്. പിന്നെ ബുക്സ് റീഡ് ചെയ്യുന്ന ഇഷ്ടമാണ്. ഓക്കെ പിന്നെ സ്കൂൾ ടൈമില് ക്വിസ് കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ that's all. ഓക്കെ താങ്ക് യു രമ്യ. ഇനി ആരാണ് വരുന്നത്? ഒരു ഒരു ഹാൻഡ് റൈസ് നത്തിങ് ചെയ്തിട്ടുണ്ടല്ലോ. A063 ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് റീനെയിം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പേര് വിളിക്കാമായിരുന്നു. മാം കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഓക്കെ, ശിവരഞ്ജനി. ശിവരഞ്ജനി. ഓക്കെ ഓക്കെ പറയൂ. 2 വർഷമായി ബികോം കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നതുകൊണ്ട് കോളേജിൽ പോയി പഠിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ലേൺ റൈറ്റ്സ് ആവുന്നത്. ഇതുവരെയും നല്ല സപ്പോർട്ടാണ് മാം, രാഗി മാം ഒക്കെ തരുന്നത്. നന്നായിട്ട് തന്നെ വർക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊപ്പം MBA പഠിക്കണം എന്നുള്ളതൊരു പാഷൻ, ഒരു അംബീഷൻ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ് മാം. പിന്നെ ഹോബീസ് എന്ന് പറയുമ്പോൾ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡാൻസിങ് അങ്ങനെ. താങ്ക് യു ശിവരഞ്ജനി. ഇനി ആരാ വരുന്നേ? ഹലോ ഹലോ മാം, പറഞ്ഞോളൂ. എന്റെ പേര് ഷാന എന്നാണ്. ഞാനിപ്പോ ഈ വർഷമാണ് ഇപ്പൊ ബികോം കഴിഞ്ഞത്. അപ്പൊ എനിക്ക് MBA ചെയ്യണമെന്ന് തോന്നിയോണ്ട് അങ്ങനെ MBA എടുത്തതാണ്. പിന്നെ ഹോബി എന്ന് പറയണത് എനിക്ക് ഗാർഡനിങ് നല്ല ഇഷ്ടമാണ്. വീട്ടിലിങ്ങനെ ഗാർഡനിങ് ഒക്കെ ചെയ്യാ. പിന്നെ ഹൗസ് വൈഫാണ്. അങ്ങനെ ഓക്കെ അപ്പം ഒരു നത്തിങ് A063 പ്രിൻസ് ആണ് കേട്ടോ. പ്രിൻസ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. പ്രിൻസ് എവിടെ? ഹാൻഡ് ആളെ റൈസ് കാണാനില്ലല്ലോ. ആള് ഹാൻഡ് റൈസ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിരുന്നു നെയിം പ്രിൻസ് ആണെന്ന്. പ്രിൻസിന് കേൾക്കാമോ? ഒരു മിനിറ്റ്. വേറെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ആള് അവൈലബിൾ അല്ല ഇപ്പം. വേറെ ആരാ മുന്നോട്ട് വരുന്നേ? ഇനി ആരാ വരുന്നേ? ഇനി ആരാ അടുത്തത്? റിയാന. എന്റെ പേര് റിയാന. പറഞ്ഞോളൂ റിയാന. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമാണ്. അപ്പൊ MBA എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ലേൺ വൈസ് എന്റെ കസിൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞ് നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ല സമാധാനത്തിന് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതെടുത്ത്. പിന്നെ വെച്ചാല് റീഡിങ് ഇഷ്ടമാണ്. പിന്നെ ഫിലിംസ് കാണും. പിന്നെ ഫാമിലി ആയിട്ട് ഇരിക്കും. അങ്ങനെയൊക്കെ. താങ്ക് യു റിയാന. ഇനി ആരാ വരുന്നേ? ഹായ് മാം, ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഐ എം ഷെജിയ നസ്രീൻ. ഞാൻ 2018 BBA കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തെറാപ്പി കോഴ്സ് ചെയ്തു. ഇപ്പൊ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. അപ്പോ ആദ്യമായുള്ള ഒരു ഇന്റൻഷൻ ആയിരുന്നു MBA എന്നുള്ളത്. അപ്പോ ഇപ്പോഴാണ് അതിന് കഴിഞ്ഞത്. ഇതിന്റെ ഇടയിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോഴാണ് അതിന് കഴിഞ്ഞത്. എന്താ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം? എന്താ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം? എല്ലാത്തിലും ചെയ്യാന് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാറുണ്ട്. എങ്കിലും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. എല്ലാം നമുക്ക് ഒരുപോലെ ഇഷ്ടമാണെങ്കിലും കുറച്ച് സമയം നമ്മൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അത് ഇഷ്ടമാണ് കൂടുതലായിട്ട്. അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യം. ഹോബി എന്ന് പറയുന്നത് അതാണ് അല്ലേ? അതെ അതെ അതെ. താങ്ക് യു. അഖിൽ റോയ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് എവരിവൺ. എന്റെ പേര് അഖിൽ റോയ്. ഗുഡ് ഈവനിങ് മാം. ഞാൻ ഈ വർഷം 2024 ബികോം പാസ് ഔട്ട് ആണ്. ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഞാൻ ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണ്.
ആൻഡ് അതിന്റെ കൂടെ തന്നെ എനിക്ക് MBA ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കൂടിയാണ് ലേണേഴ്സ് ത്രൂ ഞാൻ ഇഗ്നോയിൽ MBA എടുത്തിരിക്കുന്നത്. എന്താ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? ഹോബീസ് ആയിട്ട് അങ്ങനെ ഇല്ല, സ്പെസിഫിക് ഹോബീസ് ഒന്നുമില്ലേ? ആയിട്ട്. ഒന്നും ഇഷ്ടല്ല, ഒന്നും ചെയ്യാനൊന്നും ഇഷ്ടല്ല. അല്ല, ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടില്ല. സത്യം പറയട്ടെ, മ്യൂസിക് നമ്മള് ഇഷ്ടമാണ്, റീഡിങ് സ്പെസിഫിക്കലി ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളിലും ഓൾ ഇൻ ഓൾ ആണെന്നുള്ളതാണ്. ചെറുതായിട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. Okay. ഇനി ആരാണ്? ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് ഹലോ മാം. ചെയ്യുന്നുണ്ട്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഓക്കെ, സ്റ്റുഡൻസ് സ്വാതിൻ. ഓക്കെ ഓക്കെ സ്വാധീൻ. എന്റെ പേര് സ്വാതിൻ കൃഷ്ണ. ഞാൻ 2018 ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ നാട്ടില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ എന്തായാലും ഡിഗ്രി മാത്രം ഉള്ളത് കൊണ്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് MBA പെർസ്യൂ ചെയ്യുന്നത്. പിന്നെ ഹോബി പ്രധാനമായിട്ട് ട്രാവലിംഗ്, അങ്ങനെ. ട്രാവലിംഗ് ആണ് ഇഷ്ടം. ഓക്കെ. ആദിത്യ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഹലോ കേൾക്കാം. ഹലോ ആദിത്യ പറയൂ. കേൾക്കാം ആദിത്യ, ആ പറഞ്ഞു. പറയൂ, ആദിത്യ പറയൂ. കേൾക്കുന്നുണ്ട്. എന്റെ പേര് ആദിത്യകൃഷ്ണൻ. ഓക്കെ, ഹലോ കേൾക്കാം കേൾക്കണ്ടോ? ആ കേൾക്കാം കേക്കാം പറഞ്ഞോ. കേക്കാം കേക്കാം, പറയൂ പറയൂ. എന്റെ പേര് ആദിത്യകൃഷ്ണൻ. ഞാൻ BCom 2022 കഴിഞ്ഞു. ഇപ്പോ ഓക്കെ MBA ഇഗ്നോയിൽ ചെയ്യണം എന്നൊക്കെ തോന്നി. അപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം തോന്നി, റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇഗ്നോയിൽ വന്നത്, ലേൺ എന്തിനാണ് വൈസിൽ ചേർന്നത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്? ഏ ആദിത്യയുടെ എന്ത് കാര്യം ഹോബീസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്? പ്ലേയിങ് ഫുട്ബോൾ, റീഡിങ് ബുക്ക്, പ്ലേയിങ് ഫുട്ബോൾ. Okay. ഓക്കെ, അപ്പൊ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു ആദിത്യ. ആയിരുന്നു. ആയിരുന്നു, ഇപ്പല്ല. Okay. ഓക്കെ, താങ്ക് യു. പ്രിൻസ് പ്രിൻസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അൺമ്യൂട്ട് ചെയ്യാവോ പ്രിൻസ്? ആ, unmute ചെയ്തു. പറഞ്ഞോളൂ. എന്റെ പേര് പ്രിൻസ്. ഞാൻ 2021 BCom കഴിഞ്ഞു. ഇപ്പം ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. MBA ചെയ്യാൻ ചിന്തിക്കുന്നു. ഓക്കെ, എന്താണ് പ്രിൻസിന്റെ ഹോബി? എന്റെ ഹോബീസ്, എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ, സീരീസ്, പിന്നെ അതുമാതിരി തന്നെ ബുക്കും വായിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി ബുക്ക് വായിച്ചിട്ടില്ല, 2-3 ബുക്ക് വായിച്ചിട്ടുള്ളൂ. സിനിമ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. സംസാരിക്കാനും ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്തത് അല്ലേ? അതെ. ആക്ച്വലി നമ്മള് എത്ര പ്രിൻസിനെ കാണുന്നുണ്ടെന്ന് നോക്കിയ വിഷ്വലില്. അതാണ്, 2 പേര്, 2 അല്ല 3 പേര് മൊത്തത്തില്. അതെ അതെ, മിററിൽ ഒരു പ്രിൻസ് ഉണ്ട്, മൊബൈലിൽ ഒരു പ്രിൻസ് ഉണ്ട്. ഓക്കെ പ്രിൻസ്, താങ്ക് യു. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഹായ് മെസ്സേജ് ഒരാളും കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ, ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഹാൻഡ് റൈസ് ചെയ്യുന്നവരൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ കേട്ടോ. ഹലോ, എന്റെ പേര് ഫഹദ്. ഹലോ, കേൾക്കാവോ? കേക്കാം പറയും. കേൾക്കാം. ലാസ്റ്റ് ഇയർ ഇപ്പൊ BBA കഴിഞ്ഞ് ഇപ്പോ MBA ചെയ്യാന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോ കോളേജ് പോയി പഠിക്കാൻ എന്തായാലും ഭയങ്കര ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്റ്റൻസ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ എന്റെ പഠിപ്പിച്ച ടീച്ചറാണ് എനിക്ക് ലേണേഴ്സ് റെക്കമെൻഡ് ചെയ്തത്. ബെറ്റർ ആണ്, ഒന്നും പാടി ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഒന്നും പാടി ബെറ്റർ ആയിട്ട് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞത് സിനിമ കാണും, പാട്ട് കേൾക്കും, ഇതൊക്കെ തന്നെ. അത്രേ ഉള്ളൂ. താങ്ക് യു. ഇനി ആരാണ്? ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഹലോ മാം. കേൾക്കാം. ശ്രീകൃഷ്ണൻ. ഹലോ എവരിവൺ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. എന്റെ പേര് ശ്രീകൃഷ്ണ. എന്റെ നാട് തൃശ്ശൂരാണ്. കറന്റ്ലി വർക്കിംഗ് ഇപ്പൊ ബാംഗ്ലൂരാണ്. താമസം ഇവിടെ തന്നെയാണ്. അപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2 കൊല്ലം ആയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോ പഠിക്കാനൊന്നും പറ്റിയില്ല. നാട്ടിൽ കുറച്ച് ജോലിയായിട്ട് പിന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇപ്പൊ കറന്റ്ലി വർക്കിംഗ് ആണ്.
അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് ഇതുവരെ പഠിച്ചത് മതിയോ, ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി താല്പര്യമാണെങ്കിൽ ഇപ്പൊ ചെയ്യണത് ഇപ്പൊ ഒരു മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ MBA കോഴ്സ് എന്തുകൊണ്ടും നല്ലതാണെന്ന് അമ്മ പറഞ്ഞു. പറഞ്ഞു ഓക്കെ, എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതിൽ ചെയ്യുമെന്ന് വെച്ചിട്ട് നാട്ടിലേക്ക് വന്നു കുറച്ച് ലീവിന്. അപ്പൊ ഞാൻ അന്വേഷിച്ചു, കോളേജും കാര്യങ്ങളൊക്കെ ഇച്ചിരി ടഫാണ്, പോയി പഠിക്കണം, പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടത് ഇഗ്നോന്റെ. അപ്പൊ അവിടെ പോയിട്ട് അതിൽ അന്വേഷിച്ചു, നമ്പർ വാട്സപ്പില് ഒരു സൗമ്യ എന്ന് പറഞ്ഞിട്ടൊരു മാഡത്തിനെ പരിചയപ്പെട്ടു. ആ മാഡം വഴിയാണ് ഇപ്പൊ ഇഗ്നോയിലേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ടും കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. ദൈവം സഹായിക്കുന്നു വിചാരിക്കും. പിന്നെ തീർച്ചയായും. ഹോബി എന്ന് പറഞ്ഞാൽ പാട്ട് ഒരുപാട് കേൾക്കും, പിന്നെ പാട്ടുകൾ ഒരുപാട് പാടാറുണ്ട്. പാട്ട് പാടുന്ന ആളാണോ? എങ്കിലും ഒരു പാട്ട് അങ്ങനെയൊന്നുമില്ല, പിന്നെ അങ്ങനെയൊന്നുമില്ല, പാട്ട് ഒരു പാടാറുണ്ട്. പാട്ട് കേൾക്കണ്ടേ? നമ്മളിനിപ്പം 2 വർഷം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. എല്ലാ സെഷൻസിലാണെങ്കിലും അതുപോലെ ക്ലാസ്സസിലും ഒക്കെ, ലൈവ് സെഷനിലായിക്കോട്ടെ, മന്ത്ലി നിങ്ങളുടെ വരുന്ന മന്ത് ആൻഡ് മീറ്റിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് കാണേണ്ടവരാണ്. അപ്പൊ ഒന്നൊരു പാട്ട് മൂളാമോ? ഇപ്പോഴോ? ആ, അതെ, ഒരു 2 ലൈൻ. ഇപ്പോഴും പാട്ട് പാടുന്ന ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാവില്ലേ? तुम्हारी तस्वीर के सहारे मौसम गए गुजारे, मौसमी ना समझो पर इश्क को हमारे, नजरों के सामने मैं आता नहीं तुम्हारे, मगर रहती हो समझो पर इश्क को हमारे, गर इश्क से है मेरा फिर दर्द से क्या गिला, इस दर्द में जिंदगी खुशहाल है, ये दूरिया फिलहाल है, ओ खैरियत पूछो. താങ്ക് യു. വളരെ നന്നായിരുന്നു. എല്ലാരും വളരെ കേട്ടല്ലോ? നല്ലൊരു പാട്ടല്ലേ? ചെയ്യാമോ? നമുക്ക് അതെ, കേൾക്കുമ്പോഴേ നല്ല അതെ, എല്ലാരും ഒന്ന് റിയാക്ട് ചെയ്യാവോ? ഇനി നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാം. ഇനി ഒരുപാട് സെഷൻസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മള് ഇങ്ങനെയുള്ള പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ. ഓക്കെ, താങ്ക് യു ഫോർ ദ സോങ്. താങ്ക് യു. ഇനി ആരാണ് വരുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ജോയിൻ ചെയ്യാൻ. ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. ഞാൻ എന്താ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണോ നടക്കണേ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. എന്തായിരുന്നു? സമീഹ അല്ലെ പേര്? അതെ, അതെ അതെ. സമീഹയുടെ ഹോബി എന്താന്നുള്ളത് ഒന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട് മുക്കാണ് എന്റെ സ്ഥലം. കോഴിക്കോട് മുക്കാണ് സ്ഥലം. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി. 2003 ഡിഗ്രി കഴിഞ്ഞത്. പിന്നെ ഇങ്ങനെ പ്രൈവറ്റ് ട്യൂഷൻസ് എടുക്കലുണ്ടായിരുന്നു. മാത്സ് ആയിരുന്നു സബ്ജക്ട്. അപ്പം പ്രൈവറ്റ് ട്യൂഷൻസ് എടുക്കലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാട്ടിലിങ്ങനെ കുറെ ഡിഗ്രി കഴിഞ്ഞ് കുറെ വർഷം ഖത്തറിലായിരുന്നുണ്ടായിരുന്നത്. ഇപ്പൊ നാട്ടിൽ സെറ്റിൽ ആയിട്ട് 3 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ ഇങ്ങനെ തോന്നിയതാണ് ഒന്നും കൂടി പഠിക്കണം. ഓക്കെ, അപ്പം എന്താണ് സമീഹയുടെ ഹോബീസ്? ഞാൻ റീഡിംഗ് ഉണ്ട്. റീഡിങ്, പിന്നെ മൂവീസ് കാണും. അത്രക്ക് തന്നെ. പിന്നെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ആളുകളെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, പുതിയത് പഠിക്കുക, അതൊക്കെ ഇഷ്ടമാണ്. അതെ, നല്ലൊരു ഹോബിയാണത്, നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളത്. അതെ. ഓക്കെ സമീഹ, താങ്ക് യു. അപ്പം ഹിബ മാം, നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെട്ടു അല്ലെ? ഈ ഒരുപാട് പേര് നമുക്ക് പരിചയപ്പെടാനുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്ന് നമ്മുടെ ഇതൊന്ന് മാറ്റി പിടിച്ചാലോ, ഒരു ഗെയിമിലോട്ട് ഒന്ന് കിടന്നാലോ? ഇവരൊന്ന് ഇന്ററാക്റ്റീവ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട്. ഓൾറെഡി ഇവര് സ്മാർട്ട് ആണ്, നമ്മളെ വിളിക്കാതെ തന്നെ എല്ലാരും വരുന്നുണ്ട്. എങ്കിലും കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്കൊരു ഗെയിം കൊടുത്താലോ അവർക്ക്? നിങ്ങൾ ഓക്കെ ആണോ? റെഡിയാണോ? ഗെയിമിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആണോ? നിങ്ങൾ റെഡി ആണോ? ഹലോ ഹലോ, അവര് റെഡിയാണ്. ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഒരു ഗെയിം കളിക്കാൻ ഓക്കെ അല്ലേ എല്ലാരും?
റെഡിയാണ് മാം, സെറ്റാണ്. റെഡിയാണ്, എല്ലാരും റെഡിയാണ്. ഒന്ന് എനർജറ്റിക് ആയിട്ട് പറയാവോ? MBA സ്റ്റുഡൻസിന്റെ എനർജി നമുക്ക് നോക്കാം എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്താട്ടെ. ആദ്യമൊക്കെ ഓൺ ചെയ്ത ആൾക്കാരൊക്കെ അതാണ് ഇപ്പൊ ഓഫ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. റെഡിയാണ് റെഡിയാണ്. അതെ, റെഡിയാണ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. സ്ക്രീന് കാണുന്നില്ല എല്ലാവർക്കും? കാണുന്നുണ്ട്. കാണാം കാണാം. ഓക്കെ, അപ്പൊ ഈ ഗെയിമിന്റെ പേര് ബ്ലിങ്ക് ആൻഡ് തിങ്ക് എന്നുള്ളതാ. ഇപ്പം ഇതിന്റെ നെയിം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം ചിലപ്പം എന്താണ് നമ്പർ ആയിരിക്കും, എന്തെങ്കിലും നമ്പർ ആയിരിക്കും, എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എത്ര കളർ, ഏതാ കളർ എന്ന് ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതാണ് വസ്തു എന്ന് ചോദിക്കുന്നതായിരിക്കും, വാട്ട് എവർ എന്തോ ആവാം. അപ്പം അങ്ങനെ ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എല്ലാവരും എന്താ പറയാ, എല്ലാവരും കുറച്ച് എനർജി ആയിട്ട് ഇരിക്കുക. ഈ ഒരു ഗെയിമിൽ ഏറ്റവും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ്. റെഡിയാണ്. ഈ പിക്ചർ കാണുന്നുണ്ടോ? എല്ലാരും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തോളൂ. ആർക്കാണ് കൂടുതൽ മെമ്മറി എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയോ? എല്ലാരും നോക്കിയോ? നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാ, എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാ. ചെയ്തോ? ചെക്ക് എല്ലാരും ഒന്ന് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തെങ്കിൽ ഒരു തംസ് അപ്പ് തന്നോളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡോഗ്സ് ആർ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ എത്ര ഡോഗ്സ് ഉണ്ടായിരുന്നു? ആരെങ്കിലും കൗണ്ട് ചെയ്തിരുന്നോ? എല്ലാവരും എല്ലാവരും മൂന്നാണോ? മൂന്നെണ്ണാണോ ഉള്ളത്? രണ്ടെണ്ണല്ലേ ഉള്ളത്? അല്ല, ഷുവർ ആണോ? മൂന്നെണ്ണയാ? രേണു പറയുന്ന 4 എണ്ണം ഉണ്ട്. 4 ആയിരിക്കും അല്ലേ? മിൻസ പറയുന്ന 3. ജോൺസിയാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻസർ വന്നത് ജോൺസിയുടെ സൈഡിൽ നിന്നാണ്. 3 ആണോ 2 ആണോ 4 ആണോ നോക്കിയാലോ. കറക്റ്റ് ആൻസർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ലേ 3 എന്നുള്ളത്. മെജോറിറ്റി ഈ ഒരു ആൻസർ തന്നെയായിരുന്നു. 3 ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്തത് ഞാനിവിടെ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കാം. ബഹളം വെക്കില്ല, എനിക്കിപ്പം വേണ്ട. നമ്മൾ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പവർ ഫയർ ഒക്കെ നമ്മള് ഓറിയന്റേഷൻ കാണട്ടെ കേട്ടോ. ഹലോ മാം. അതെ, പറയൂ. ഹൗ മെനി കിഡ്സ് ആർ ഓൺ ദ ബുക്ക് എന്നുള്ളതാ. നമുക്ക് എത്ര ബുക്കിന്റെ മേലെ എത്ര പേരുണ്ടെന്നുള്ളതാ. എത്ര പേരുണ്ടായിരുന്നു? 4 എന്ന് പറയുന്നുണ്ട്, 5 എന്ന് പറയുന്നുണ്ട്, 10. സ്വാതിൻ 10 ആണെന്ന് പറയുന്നുണ്ട്. കുറച്ച് പേര് 4 ആണെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ കേൾക്കാണ്ട് ആൻസർ പറയരുത്. ക്വസ്റ്റ്യൻ എന്താന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. ആർ ഓൺ ദ ബുക്ക് ആണ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു ഈ ചാറ്റ് ബോക്സിൽ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി നമുക്കൊന്ന് സെഷൻ ഇന്ററാക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റപ്പ് ആക്കുന്നത് നമുക്ക് ആ ഒരു അൺമ്യൂട്ട് ചെയ്ത് പറയുന്നതല്ലേ. എല്ലാരും പറഞ്ഞോളൂ. എല്ലാരും നല്ല രീതിയിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഒരു 2, 3, 5 കുറെ ആൻസർ ഉണ്ടല്ലോ. എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്മാർട്ട്നെസ് ഒക്കെ അങ്ങോട്ട് പുറത്തു വന്നോട്ടെ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഓരോ പ്രോഗ്രാമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ആ ഒരു എനർജി ഒക്കെ ഒന്ന് പുറത്തു വന്നോട്ടെ. നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ സ്കില്ലാണ് കേട്ടോ അതിലൂടെ നോക്കുന്നത്. എത്രമാത്രം ഒബ്സർവ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പം MBA പഠിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ എല്ലാവരും. അപ്പം MBA പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് എന്താ? ഫോർകാസ്റ്റിംഗ് മൈൻഡ് വേണം, പ്ലാനിങ് വേണം അല്ലേ? അപ്പൊ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഹിബ മാം എന്താണ് ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് പേര് പറയുന്നുണ്ട്. 4 എന്ന് പറയുന്നുണ്ട്, 10 എന്ന് പറയുന്നുണ്ട്. 4 ആണ് ആൻസർ. 4 ആണ് ആൻസർ കേട്ടാ. ഓക്കെ, അപ്പൊ 4 പറഞ്ഞവർക്കൊക്കെ ഒരു എന്താ പറയാ, ഒരു ചോക്ലേറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
കുറച്ചുകൂടി എന്താ പറയാ സ്മാർട്ട് ആയിട്ട് എല്ലാരും ഒന്ന് ആൻസേഴ്സ് നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു രസമായേനെ സെഷൻ. ഓക്കെ, കാണുന്നുണ്ടോ? പിക്ക് കാണുന്നില്ലേ? ഒബ്സർവ് ചെയ്തില്ലേ എല്ലാരും? Okay. ഇനി ഹൗ മെനി ഐസ് ഡു ദേ ഹാവ് ഇൻ ടോട്ടൽ ഇൻ പിക്ചർ? മൊത്തത്തിൽ എത്ര കണ്ണുകളാ ഉള്ളതെന്ന്? എത്ര കണ്ണുണ്ടായിരുന്നു മൊത്തത്തില്? 8 ആണോ? 16 18 പറയുന്നുണ്ട്, 16 പറയുന്നുണ്ട്. ജിതിഷ് എന്താ പറയുന്നത്? 18. 18 വിഷ്ണു 18 പറയുന്നുണ്ട്. ഒരുപാട് പേര് 16 എന്താ പറയുന്നത്? പറയുന്നത്. നോക്കാം നമുക്ക് എത്ര കണ്ണുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് അല്ലെ? എത്ര കണ്ണുകളാണെന്നുള്ളത് അല്ലെ? നോക്കാം. 18 കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എല്ലാരും നല്ല രീതിയിൽ എന്താ പറയാ ഒബ്സർവേഷൻ ഒന്നുകൂടെ കാണിക്കാൻ പറ്റുമോ? പറയുന്നത്. എന്ത് സെയിം പിക്ക് ഒന്നുകൂടെ കാണിക്കേ? ഒബ്സർവ് ചെയ്യണം ഒന്നും കൂടെ. ഇനി ഒരുപാട് ഇതുപോലെ ഒബ്സർവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഗെയിംസും വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുള്ളവിടേക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ചു തരും ഇതിന്റെ ആൻസർ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലേ ഈ കാർട്ടൂണ്? എല്ലാരും കണ്ടിട്ടിരിക്കുന്നത് കാർട്ടൂൺ ആയിരിക്കും. അല്ല, ക്വസ്റ്റ്യൻ വന്നിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് ആൻസർ പറയണ്ടേ? ഐഡന്റിഫൈ ദ ക്യാരക്ടർ. ഈ ആളുടെ പേര് എന്താന്നുള്ളത്? ഗേൾസിനാണോ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാറുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെയ്യാൻ പറ്റും അല്ലെ? നമ്മള് മക്കളുടെ കൂടെ ഒക്കെ ഇരുന്ന് കണ്ട് എന്നും എന്താ പറയാ ഫെമിലിയർ ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതൊക്കെ. കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതറിയാൻ പറ്റും. എല്ലാരും ആൻസർ പറഞ്ഞില്ലേ? അതെ അതെ. ഇനി നമുക്ക് ആൻസർ നോക്കാം അല്ലേ? മിന്നി മൗസ് അല്ലെ? കൊറേ പേര് ഫെമിയൊക്കെ പറഞ്ഞല്ലേ? ഫെമിയൊക്കെ ആൻസർ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു. മോഡലായിരുന്നു. ആരായിരുന്നു? ഈ മെസ്സേജ് ചെയ്യുന്നവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? എലഫന്റ് എന്ന് പറയുന്നുണ്ട്, ടൈഗർ എന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് ആരാണ് ആ പീസ് ഓഫ് വുഡിന് മുകളിൽ ആരാന്ന് നോക്കാം. നോക്കാം മാം, ആൻസർ നോക്കാം. ടൈഗർ. ടൈഗറിന് ആൻസർ പറഞ്ഞവരൊക്കെ ഒന്ന് തംസ് അപ്പ് ചെയ്യാവോ? ജസ്റ്റ് സെക്കൻഡ്സിൽ ഒബ്സർവ് ചെയ്ത ആൾക്കാരാട്ടോ. ഭയങ്കരമായിട്ട് ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ടൈഗർ എന്ന് പറഞ്ഞ. കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. നമുക്ക് നോക്കാം എന്താ ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. 6 ആണ്, 4 അല്ല. 6 എത്ര പേര് പറഞ്ഞു? എത്ര പേര് പറഞ്ഞു 6 എന്നുള്ളത്? ഞാൻ പറഞ്ഞു. കിഷാന പറഞ്ഞു. ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമ്മളൊരു റിയാന പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലെ? എല്ലാരും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 9 മണി. ക്വസ്റ്റ്യൻ വായിക്ക പോലും വേണ്ട, അതിന് മുമ്പ് ആൻസർ വന്നു. ക്ലോക്ക് മാത്രമല്ല ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് ടൈം എന്താന്ന് കറക്റ്റ് ആൻസർ എന്താന്നുള്ളത് നോക്കാം. 9 മണി കറക്റ്റ് ആണ് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞല്ലേ? അതെ ഒരുപാട് പേര് പറഞ്ഞു. ഇത് എല്ലാരും വളരെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത കാര്യമാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, കഴിഞ്ഞു. അത്രയും. വാട്ട് കളർ? ബാക്ക് പാക്കിന്റെ കളർ എന്താന്നുള്ളത് എന്താണ്? ഗ്രീനാ? ഗ്രീൻ ആണോ? ബ്ലൂ. ഗ്രീൻ എന്ന് പറഞ്ഞേ? ഓക്കെ, ഗ്രീൻ ആണ് കറക്റ്റ് ആൻസർ. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ബാഗ് മാറ്റി ഷർട്ട് ആണ് ചോദിച്ചതെങ്കിൽ കളർ പറയാമായിരുന്നു. നമുക്ക് അടുത്ത ഷർട്ട് ആക്കാം. അതെ. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഗെയിം നമ്മൾ എൻഡ് ചെയ്യാണ്. ഓക്കെ, തൽക്കാലത്തേക്ക് നമ്മളൊരു ചെറിയ ഗ്യാപ്പ് എടുക്കണം. ഇനി എഗെയിൻ നമുക്ക് കുറച്ച് പേരെ കൂടി പരിചയപ്പെടാനുണ്ട്. കാരണം എല്ലാവരും വോളണ്ടിയർലി തന്നെ വരുന്നുണ്ട്. നമ്മളെല്ലാരും പരിചയപ്പെടാനാണെങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്താനാണെങ്കിലും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ നമ്മള് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരികയാണ്. എല്ലാരും ഓക്കെ, എൻജോയ് ചെയ്തോ? ഗെയിംസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തായിരുന്നോ? ഓക്കെ മാം. ചെയ്തു അല്ലെ? അതിനൊരു എനർജി ഇല്ലല്ലോ. എൻജോയ്. ഓക്കെ, അപ്പൊ ഇനിയും ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ വേണോ? വേണം. വേണം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെട്ടതിന് ശേഷം എഗെയിൻ നമുക്കൊരു ഗെയിംസിലേക്കൊക്കെ കിടക്കാം. ഇനിയിപ്പോ ആരാ വരുന്നേ? ആ ഒരു എനർജി നഷ്ടപ്പെടാതെ, ഗെയിംസിന്റെ എനർജി ഒക്കെ നഷ്ടപ്പെടാതെ ആരാണ് വരുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്? ഓക്കെ, റുബീന പറയൂ. പറഞ്ഞോളൂ റുബീന. മ്യൂട്ടാണ്, അൺമ്യൂട്ട് കേൾക്കുന്നില്ല. ചെയ്യാം. കേൾക്കുന്നുണ്ടോ മാം? ഇപ്പൊ കേൾക്കാം, പറയൂ. ഞാനിപ്പോ ഖത്തറിലാണ് ഉള്ളത്. ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പൊ റിസൈൻ ചെയ്തു ഡെലിവറി കഴിഞ്ഞു. അപ്പൊ MBA എന്ന് പറഞ്ഞത് എന്റെ ഒരു ഓപ്ഷനേ അല്ലായിരുന്നു. കാരണം ഞാൻ BSc ബോട്ടണി ഡിഗ്രി ചെയ്തു. അതുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം ഇവിടെ ഈ ഒരു സബ്ജക്റ്റിന് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് കഴിഞ്ഞാല്. അപ്പം പിന്നെ എന്തായാലും ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ വാണി മാമാണ് ഇപ്പൊ മെന്റർ ആയിട്ടുള്ള മാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലോണം. തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്താ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയോ? വാട്ട് ആർ ദ ഹോബീസ്? കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കി പിന്നെ എന്താ പറയാ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനും കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു റുബീന. താങ്ക് യു റുബീന. ഇനി നമുക്ക് അടുത്ത ആള് ആരാന്ന് നോക്കാം അല്ലെ? അടുത്തത് ആരാ വരുന്നേ? മാം ഓക്കെ, പറ. മാം കേക്കാവോ? ഞാൻ തന്നെയാണ്. എന്റെ ഒരു ജോൺ എന്നാണ്. എന്റെ വീട് ഇടുക്കിയാണ്. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഫുജറ UAE-ലാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ആന്ധ്രയില് ഒരു വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കാണാൻ ലുക്കില്ലല്ലോ. അത് പറയുമ്പോ എന്തിനാണ് ഇത്ര നാണം? ടീച്ചർ എന്ന് പറയുമ്പോ നമ്മൾ പ്രൗഡ് ആയിട്ടല്ലേ പറയണ്ടേ? അല്ല കാണാൻ അവൻ പറഞ്ഞ എന്താ വെച്ചാ കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. ആള് ഭയങ്കര പുലിയാണെന്നോ? അല്ല, തൊട്ട് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത റുബീന പറഞ്ഞില്ലേ ഞാൻ ടീച്ചർ ആണെന്ന്. അപ്പൊ ആ ഒരു ലുക്കില്ല, അല്ലെങ്കിൽ എന്നെ അങ്ങനെ തോന്നിയില്ല. ഞങ്ങൾക്ക് സീക്രട്ട് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ റുബീനന്റെ ലുക്കില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്കിവിടെ ഒരു കുഞ്ഞു ജോലിയാ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറെ സമയം കിട്ടും പഠിക്കാനായിട്ടൊക്കെ. അപ്പം ഒരു 2 വർഷം എനിക്ക് ഏതായാലും വിസയുണ്ട്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആദ്യമേ BEd എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ BEdല് ഇവിടെയൊക്കെ ഒരു ജോബ് വേക്കൻസി MBA ഒക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ നമുക്ക് ഒരു സാലറി ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. MBA ഒക്കെ ആണെങ്കിൽ ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എടുത്തേക്കുന്നേ. ഇപ്പൊ എടുത്തിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ ലേൺ വൈസിനെ പറ്റി അറിയുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഒരു റീൽ അയച്ചു തന്നു. ഞാൻ പിന്നെ എന്നിട്ട് മെസ്സേജ് അയച്ചാണ് ഇതിൻ്റെ അകത്ത് ചേർന്നത്. ബട്ട് ഞാൻ കഴിഞ്ഞ ജനുവരി ജോയിൻ ചെയ്തതാണ് ഇഗ്നോയിൽ. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. മീൻസ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല, മീൻസ് പഠിച്ചില്ല. ഒരു കോള് വന്നിട്ട്. ഹലോ മാം. കേക്കാം പറയും. അപ്പം പിന്നെ ഈ ലേൺ വൈസ് വന്നേ പിന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു സബ്ജക്ട് തീർത്തു, അടുത്ത സബ്ജക്ട് തുടങ്ങി. എനിക്ക് പഠിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. പിന്നെ ഹിബാമം ആണെങ്കിൽ നല്ല സപ്പോർട്ടുണ്ട്. പൊതുവെ അത്യാവശ്യം ഓക്കെ ആയി. പിന്നെ ഇത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഹോബി ഒന്നുമില്ല. കാരണം ഇവിടെ ജോലി ഉള്ളതുകൊണ്ട് ബാക്കി സമയത്ത് ജോലി ചെയ്യണം. പിന്നെ സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഇപ്പൊ പഠിക്കാൻ കയറുന്നത്. പിന്നെ എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കാൻ ഇഷ്ടമാണ്. പിന്നെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനും പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ജോൺ. താങ്ക് യു മാം. ഓക്കെ, ഇനി ആരാ വരുന്നേ? ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് അഞ്ജിത. ഓക്കെ, വെൽക്കം അഞ്ജിത. വയനാടാണ്. കേൾക്കാം, പറഞ്ഞോളൂ.
ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2 വർഷമായി. പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ ലേൺവൈസിന്റെ റീല് കണ്ടു. അങ്ങനെയാണ് ഇതിൽ ചേർന്നത്. അപ്പം എന്താണ് അഞ്ജിതയ്ക്ക് കൂടുതലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഹോബി? ഇൻട്രസ്റ്റഡ് ആയിട്ട് സിനിമ കാണും, പാട്ട് കേൾക്കും, അങ്ങനെ ഓരോന്നും ചെയ്യും. ഇപ്പൊ ചെറിയൊരു കുഞ്ഞനുണ്ട്. ഇപ്പൊ ഫുൾ ടൈം അവന്റെ കൂടെയാണ്. അതാണ് ഏറ്റവും വലിയ സമയമില്ല ഹോബി ഇപ്പൊ. അല്ലേ? അതാണ് കറന്റ് അതാണ്. താങ്ക് യു അഞ്ജിത. ഇനി ആരാ ഇനി വരുന്നേ? ആരാ വരുന്നേ? ഇനി അടുത്തതാരാണ് വരുന്നേ? ഹലോ, പറഞ്ഞോളൂടാ. എൻ്റെ പേര് ഫൈറൂസ്. പറഞ്ഞോളൂ. ഞാൻ ഡിഗ്രി 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം 1 ഇയർ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ PGക്ക് MBA ചെയ്യുന്നത്. എനിക്ക് ഒരു 8 months ഉള്ള ഒരു ബേബി ഉണ്ട് ഇപ്പോ. അപ്പൊ അതുകൊണ്ടാണ് ഓൺലൈനിൽ ചെയ്യേണ്ടി വന്നത്. എന്താ ഏറ്റവും ചെയ്യാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താ? ഇൻട്രസ്റ്റ് മൂവീസ് കാണാൻ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ചെറിയ ചെറിയ സ്റ്റോറീസ് വായിക്കാൻ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം, പറയും. സ്റ്റോറീസ് വായിക്കാൻ, പിന്നെ മൂവി കാണാൻ. അതൊക്കെയാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് അല്ലേ? പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് മെയിൻ പോയിന്റ്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓൺലൈൻ ആയിട്ട് സെലക്ട് ചെയ്തല്ലേ? അതുകൊണ്ടാണ് ഓൺലൈൻ സെലക്ട് ചെയ്തത്. ഇപ്പൊ ബേബി ഉണ്ടായതിനു ശേഷം എനിക്ക് പേടിയായി, ഇനി മുന്നോട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ, ജോലിക്ക് കിട്ടുമോ. അപ്പൊ എന്തായാലും എനിക്ക് പഠിക്കണോ എന്നുള്ളൊരു ആഗ്രഹമുള്ള കാരണം ഓൺലൈനിൽ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ആഗ്രഹം സാധിക്കട്ടെ. ഇൻഷാല്ലാ. താങ്ക് യു. ഇനി ആരാ വരുന്നേ? ഹലോ മാം. അസ്ന. ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ലേ? പറഞ്ഞോളൂ. പറഞ്ഞു. അസ്ന പറഞ്ഞോളൂ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഫാത്തിമ അല്ലേ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഫാത്തിമ. ഹലോ, എൻ്റെ പേര് ഫാത്തിമ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2017 പാസ് ഔട്ട് ആയതാണ്. അത് കഴിഞ്ഞ് ഒരു 2 years ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തായിരുന്നു, ഫാഷൻ ഡിസൈനിങ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു PG കോഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ലേൺവേഴ്സ്, ഇൻസ്റ്റഗ്രാം ത്രൂ ലേൺവേഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ സജന മാം വഴി ആണ് ലേൺവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫാമിലിയിലേക്ക് എൻ്റർ ആയത്. പിന്നെ ഇപ്പൊ വാണി മാമാണ് മെന്ററായിട്ട് വന്നിരിക്കണേ. ഇത് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഹോബീസ് പറയാനാണെങ്കിൽ ബേക്കിങ്, കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നെക്സ്റ്റ് ആരാ വരുന്നേ? ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ അല്ലെ? ഹലോ മാം. തുഷാര പറയാം. എൻ്റെ പേര് തുഷാര. ഞാനിപ്പോ BCom കഴിഞ്ഞിട്ട് ഒരു 2 years-ഓളമായി. ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഫ്ലോർ ഹോസ്റ്റസ് ആയിട്ട്. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ആയതുകൊണ്ട് പിന്നെ പഠിക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് പഠിക്കാന്നുള്ള ഇതിൽ നിന്നു. ഇപ്പൊ ഞാനും ഇൻസ്റ്റയിലൊരു റീല് കണ്ടിട്ടാണ് ലേൺവൈസിന്റെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഇപ്പോൾ ആക്ച്വലി ഞാൻ ക്ലാസ്സിലായിരുന്നു, അതാ ഇത്ര നേരം എനിക്ക് സംസാരിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ക്രാഫ്റ്റിംഗ്, പിന്നെ ആരി വർക്ക് ഡിസൈനറാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ടാലിയുടെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്നു. ഹലോ. കേൾക്കാം, പറയാം. ക്യാമറ ഓൺ ആക്കാമോ? ഹലോ. ഓക്കെ. എൻ്റെ പേര് അശ്വതി. ഞാൻ പാലക്കാട് നിന്നാണ്. BCom ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു PG ഡിപ്ലോമ കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും മാസ്റ്റേഴ്സ് ചെയ്യണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് അങ്ങനെ MBA ജോയിൻ ചെയ്തതാണ്. വാണി മാം ആണ് മെന്റർ ആയിട്ടുള്ളത്.
പിന്നെ ഹോബീസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ ഇപ്പൊ വർക്കിംഗ് ആണ്. ഇപ്പൊ മെയിൻലി വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ. ഹലോ കേക്കാൻ ഹലോ പാടില്ല, കേക്കുന്നില്ലേ? ഉണ്ട്. അത്രേ ഉള്ളൂ മാം. ഓക്കെ. അപ്പം പ്രത്യേകമായിട്ട് ഇൻട്രസ്റ്റ് പറയാൻ അങ്ങനെയൊന്നുമില്ലേ? ഇന്ന കാര്യം ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം, അങ്ങനെയുണ്ടോ? റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ എന്തെങ്കിലും ചെറിയ കണ്ടന്റ് കിട്ടിയാൽ അതിരുന്ന് എന്തെങ്കിലും വായിക്കാൻ കിട്ടി കഴിഞ്ഞാൽ ഇരുന്ന് വായിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം. ഓക്കെ ഓക്കെ, താങ്ക് യു അശ്വതി. ഓക്കെ, ഇനി ആരാ വരുന്ന അടുത്തത്? ആരാണ് ഇനി അടുത്തത്? ആരാ? മാം മുഹമ്മദ് ആഷിഖ്. ഓക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം BBA കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡിസ്റ്റന്റ് ചെയ്യാന്നുള്ളത്, ഞാൻ ഓൾറെഡി ബിസിനസ്സും കാര്യങ്ങളും ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് കൊണ്ടിടക്കുന്നതുകൊണ്ട് ടൈമും കാര്യങ്ങളും അതിങ്ങനെ പുറത്തു പോയി പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെയാണ് ഇഗ്നോ എടുക്കുക എന്നുള്ളതിൽ MBA എടുക്കുക. അപ്പൊ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഠിക്കാന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അത് നല്ല ടഫാണ്, ഒരിക്കലും കിട്ടൂല എന്നുള്ളതിൽ എല്ലാവരും പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഈ ഡിസ്റ്റന്റ് ആയിട്ട് ഇഗ്നോന്റെ MBA പറ്റി അറിഞ്ഞതും ലേൺവേഴ്സിനെ പറ്റി അറിഞ്ഞതും യൂട്യൂബ് നോക്കിയപ്പോഴാണ് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ചേർന്നു. ഓക്കെ. എന്താ ഏറ്റവും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താ? ഇൻട്രസ്റ്റ് ചെയ്യാൻ ബിസിനസ് തന്നെയാണ്. ജനിച്ചു വളർന്ന മുതലേ അത് കണ്ട് ഇതുള്ളതുകൊണ്ട് അപ്പൊ അതേ രീതിയിലാണ് MBA എടുക്കാന്നുള്ളത്. ഇനി ഹായ് ആരല്ലേ? ജോസഫ്. ഹായ് ഹായ്, എൻ്റെ പേര് ജോസഫ്. ഞാൻ കഴിഞ്ഞ വർഷം BA കഴിഞ്ഞു. ഇപ്പോ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വർക്കിലാണ്, സ്ഥലത്താണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ലേറ്റ് ആയി വരുന്നത്. കേട്ടോ. സോ എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കുക്കിങ്ങും പിന്നെ ഒന്ന് റീഡിങ്ങും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടമുള്ള. ആ ഇപ്പം വർക്കിലാണ് കറന്റ്. ഇനിയിപ്പം വർക്ക് ആയതുകൊണ്ട് എന്തായാലും വർക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് പോയി പഠിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെയാണ് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനൊക്കെ. ഒരു മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ജോസഫ്. താങ്ക് യു ജോസഫ്. താങ്ക് യു. ഓക്കെ. ഇനി ആരാണ്? ഹലോ മാം. ഓക്കെ, സുറുമി പറയൂ. എന്റെ പേര് സുറുമി. ഇയർ കേൾക്കാം, BCom കഴിഞ്ഞു. ഇപ്പൊ CMA കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നു CMAയുടെ. ഓക്കെ, ചെയ്തോണ്ടിരിക്കാല്ലേ? എന്താണ് സുറുമിയുടെ ഹോബീസ്? എന്തൊക്കെയാണ് ഹോബീസ്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മൂവീസ് ഇഷ്ടമാണ്, ട്രാവലിംഗ് ഇഷ്ടമാണ്, മ്യൂസിക്, ഇതൊക്കെ തന്നെ. ഓക്കെ സുറുമി, താങ്ക് യു. ഇനി ആരാ വരുന്നേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ചെറിയ ഗ്യാപ്പ് വന്ന സ്ഥിതിക്ക് നമുക്കൊരു ഗെയിം കൂടി ഇവർക്ക് കൊടുത്താലോ? കൊടുക്കാം. പക്ഷേ ഗെയിം ചെയ്യണം, അല്ലെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. വീഡിയോ ഓൺ അതെ, ചെയ്യാതെ ഈ നമുക്ക് ഒരു ഗെയിം മുമ്പോട്ട് വീഡിയോ ഓൺ കൊണ്ടുപോകാൻ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക. ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റോളുക, ഓടാനൊക്കെ റെഡി ആയിക്കോളുക. അതെ, അത്യാവശ്യം ഓടിച്ചാടേണ്ട ഒരു ഗെയിമാണ്. അതെ, ഒരിടത്ത് ഇരുന്ന് ചെയ്യാമെന്ന് ആരും ഹലോ വിചാരിക്കരുത്. മാം. ആ പറഞ്ഞോളൂ. ആരാണ്? ആരായിരുന്നു? ആരാണ് മാം എന്ന് വിളിച്ച്? ഓക്കെ, എങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഈ ഒരു ഗെയിം സെഷൻ സ്റ്റാർട്ട് ഇച്ചിരി ചെയ്യാം. അതെ ഇന്ററാക്റ്റീവ് ആക്കണം, അല്ലെങ്കിൽ ഒരു അതെ മെമ്മറബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം വേണം. നിങ്ങൾ വേണം. ഇത്ര അതെ, അത്യാവശ്യം എല്ലാവരും ആക്റ്റീവായിട്ട് വന്നവരാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി അല്ലേ എല്ലാരും? ഓക്കെ മാം. ആൻസർ ഇല്ലല്ലോ. റെഡി എനർജറ്റിക് ആയിട്ടൊരു ആൻസർ. റെഡി? ഈ ഓക്കെ. ഗെയിമിന് വളരെ നല്ലൊരു എനർജി ആവശ്യമാണ് കേട്ടോ. അപ്പൊ സ്റ്റോറേജ് എനർജി വെക്കുക, വെള്ളമൊക്കെ ആവശ്യമുള്ള ഒരു കുടിക്കുക. ഗെയിമാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് കളിക്കാം അല്ലേ ഈ ഒരു ഗെയിം? അതെ.
ഗ്രാബ് ആൻഡ് കാണുന്നില്ലേ? എന്തായിരിക്കുന്ന ഊഹിക്കാമോ നിങ്ങൾക്ക്? എന്താണ് ഗ്രാബ് ആൻഡ് റൺ എന്ന് പറഞ്ഞാ? എടുത്തിട്ട് ഓടുക. എടുത്തിട്ട് ഓടണ്ട, നമുക്ക് എടുത്തിട്ട് കാണിച്ചു ഓടല്ലേ? തന്നാൽ മതി. അതായത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന കളർ ആയിരിക്കാം, ചിലപ്പോ സംതിങ് എന്തെങ്കിലും ഒരു തിങ്സ് ആയിരിക്കാം. ആ പറയുന്ന രീതിയിലുള്ള സാധനം തിങ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓടിച്ചെന്നെടുത്തോണ്ട് വന്നാൽ മതി. ഓക്കെ, ഓടിച്ചെന്നെടുത്തോണ്ട് വരണം. അതുകൊണ്ടാണ് എനർജി വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താന്നുള്ള ഒബ്ജക്റ്റ് കാണിക്കാം അല്ലെ? എല്ലാരും റെഡി അല്ലേ ഈ ഗെയിം കളിക്കാൻ? ഓടിപ്പോയി എടുത്തു കൊണ്ടുവരാ കേട്ടോ. അതെ. ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും ചിലപ്പം കയ്യിലെടുത്തിരിക്കുമായിരിക്കും അല്ലെ? ഓക്കെ, അഖിൽ പെട്ടെന്ന് കാണിച്ചല്ലോ. ജോൺ കാണിക്കുന്നുണ്ട്. ഷജിയെ കാണിച്ചു. എല്ലാരും ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാരും എടുത്ത് എല്ലാരും ഓൾമോസ്റ്റ്. അതെ. ജിതിഷ ആടുജീവിതമൊക്കെയാണ്. ആരും എണീക്കുന്നൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ട് അല്ലെ? അതെ, എല്ലാരും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഈ സാധനം. അതെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒബ്ജക്റ്റ് നോക്കാം അല്ലെ? അതെ, ഇതൊന്നും ഓടേണ്ടി വരും. ജോൺ എണീറ്റ് ഓടിയിട്ടുണ്ട്. ജോൺ ഫസ്റ്റ്. ജോൺ കൊണ്ടുവന്നു. കൊണ്ടുവന്നായിരുന്നു. അഖിൽ കാണിച്ചു. ദിശ കൊണ്ടുവന്നിട്ടുണ്ട്. അസ്ന കാണിക്കുന്നുണ്ട്. റുബീന കാണിക്കുന്നുണ്ട്. ശിവരഞ്ജിനി. സ്വാതിന് കിട്ടിയോ? കപ്പ് കിട്ടിയോ? കിട്ടി. സെന്റൻസ് മോശം. ശ്രീകൃഷ്ണൻ എനിക്ക് തോന്നുന്നു എണീക്കുന്നില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ? അനങ്ങാതിരിക്കുവാണല്ലോ. അല്ല മിസ്, ഗ്ലാസ് മാത്രമേ അങ്ങോട്ട് പോണം. എനിക്ക് അതാ ഞാൻ പറഞ്ഞ, മടിയുള്ളവർക്ക് പറ്റിയൊരു ഗെയിം ആണ് ഇത്, എണീപ്പിക്കാനായിട്ട്. കിട്ടി ബട്ടൺ. കിട്ടി. എന്തായാലും മതി. സ്പീക്കറിന്റെ ബട്ടൺ. സ്പീക്കറിന്റെ വാച്ചിന്റെ ബട്ടൺ. വാച്ചിന്റെ ബട്ടൺ. റിമോട്ടിന്റെ ബട്ടൺ ആണോ? അതെ, റിമോട്ടിന്റെ ബട്ടൺ കാണിക്കുന്നുണ്ട്. ഹെഡ്സെറ്റിന്റെ ബട്ടൺ കാണിക്കുന്നുണ്ട്. ഫോണിന്റെ ബട്ടൺ. ഫോണിന്റെ ബട്ടൺ. റുബീന കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ സ്ക്രീന് പോയായിരുന്നു മാം. ഒരു മിനിറ്റ് കേട്ടോ. എല്ലാവർക്കും കാണാലോ അല്ലേ? കാണാം. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ബട്ടൺ എടുക്കാനായിട്ട് എണീക്കാത്തവരൊക്കെ ഒന്ന് കുറച്ച് സമയമുണ്ട്, പോയി എടുത്തു വന്നോളൂ. ഞങ്ങള് ജയിച്ചില്ലേ? ഞങ്ങള് ജയിച്ചില്ലേ? ബട്ടൺ ആണെങ്കിൽ ഞാൻ എണ്ണി കാണിച്ചത് ഇഷ്ടമാണ്. അതെ. ഓക്കെ, നമ്മള് അടുത്ത കണ്ണട. കണ്ടോ എല്ലാരും? എന്താന്നുള്ളത് കണ്ടോ? ഓൾറെഡി കണ്ടല്ലേ? ജിതിഷ കാണിക്കുന്നുണ്ട്. ജിതിഷയുടെ കയ്യിലുണ്ടല്ലോ അല്ലെ? റുബീന കൂളിംഗ് ഗ്ലാസ് ഒക്കെയാ കൊണ്ടുവന്നിട്ടുണ്ട്. റുബീന ആമിന കാണിക്കുന്നുണ്ട്. ഞാന് കാണിക്കുന്നുണ്ട്. ഫൈറൂസ് കാണിക്കുന്നുണ്ട്. അതെ, അസ്ന കാണിക്കുന്നുണ്ട്. ഷാനയുടെ കയ്യിൽ സ്പെക്സ് ഇല്ലേ? ഞാൻ കാണിച്ചു. കണ്ണട എടുക്കാൻ പോയ ഷാജി എന്തിയാ വന്നിട്ടുണ്ട്. കിട്ടിയോ?
ആ കിട്ടി. ഓക്കെ. ഇനി അടുത്ത ഗ്രാബ് സംതിങ് മേഡ് ഇൻ വുഡ്. തടിയിൽ നിർമ്മിച്ച എന്തെങ്കിലും ഒരു വസ്തു. അതെ, കിട്ടി. കട്ടിലാണ്. തീഷ്ണ കാണിച്ചു. ഓ അഖില് എനിക്ക് വയ്യ, കസരൊക്കെ പൊക്കെ കാണിക്കുന്നത്. റിയാന ഒരു ട്രോഫി കാണിച്ചിട്ടുണ്ട്. ആദിത്യ ഒരു കസേര കാണിച്ചിട്ടുണ്ട്. കപ്പ് കാണിച്ചിരിക്കുന്നു. ഷാന ജനല കാണിക്കാൻ പറ്റിയ അഞ്ജിത കാണിക്കുന്നുണ്ട്. ഷാന ജനാല. ഡോറൊക്കെ കാണിച്ചു തരുന്നുണ്ട്. കബോർഡൊക്കെ കാണിച്ചു തരുന്നുണ്ട്. റുബീന ചപ്പാത്തി. നമ്മുടെ ഏരിയ അതാണല്ലോ അല്ലെ. ഓൾമോസ്റ്റ് എല്ലാവരും ഫൈറൂസ് എന്തോ ഒരു വുഡിന്റെ സാധനം കാണിക്കുന്നുണ്ട്. തടിയുടെ ഐറ്റം തടിയുടെ തന്നെയാണ്. അത് മറ്റേ പേപ്പർ പറക്കാതിരിക്കാൻ വേണ്ടി വെക്കുമല്ലോ. അല്ല, ജോൺസി വിചാരിക്കുകയാണ്, ജോൺസി വിചാരിച്ചത് എനിക്ക് ഇച്ചിരി മെച്ചൂരിറ്റി ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇതൊന്നും പോരാ, ഇത് എന്റെ ലെവലിൽ താഴെയാണ്. ആത്മഹത്യക്ക് ചിരിക്കുകയാണ്. അടുത്തത് നോക്കാം. ഇതെനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇതെടുക്കാൻ എല്ലാരും എണീറ്റ് പോകുന്നുണ്ടല്ലേ. ജോണിന്റെ കയ്യിലെല്ലാം ഉണ്ട്, അഖിലിന്റെ കയ്യിലുണ്ട്, റുബീന, ഷാന, ശ്രീകൃഷ്ണ, ശിവരഞ്ജനി എല്ലാവരുടെ കയ്യിലുണ്ട്. ഫൈറോസിന്റെ കയ്യിലുണ്ട്, ആദിത്യ, ഫെമി എല്ലാവരുടെ കയ്യിലുണ്ട് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ശ്രീകൃഷ്ണ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണ ഇത് കാണിച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് കൺസിഡർ ചെയ്യണം. ഇനി അടുത്തത് നോക്കാം. ഗ്രാബ് സംതിങ് റെഡ് ഇൻ കളർ. ചുവന്ന നിറത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു. ഓക്കെ, ജോൺസി കാണിച്ചു, അഖില് കാണിച്ചു. ഓക്കെ, ഫാദർ കാണിച്ചു. ആമയുടെ ഡ്രസ് റെഡ് കളർ ആണ്, ആളത് കാണിക്കുന്നുണ്ട്. റുബീന കാണിക്കുന്നുണ്ട്. റെഡ് കളർ ടേപ്പ് ആണോ? അതെ, ഹെൽമെറ്റ് ഒക്കെ എടുത്തോണ്ട് കാണിച്ചു. ജോണിന്റെ കയ്യിലും ഒരു റെഡ് കളർ പെൻസിൽ ആണെന്ന് തോന്നുന്നു അല്ലെ. റിയാന ഫ്ലവർ ബാസ്കറ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം തോന്നുന്നു അല്ലെ. അമിന റെഡ് ഇട്ടിട്ടാ ഇരിക്കുന്നത്, അപ്പൊ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. റെഡ് കളർ കാണിക്കുന്നുണ്ട്. ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഷാന. ആദിത്യ കാണിച്ചായിരുന്നു. ഇനിയിപ്പോ ആരുമില്ലല്ലോ. സ്വാതിന് ഒരു റെഡ് കളർ ബുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഇത് ശ്രീകൃഷ്ണ എന്തായിരുന്നു? ഒരു റെഡ് കളർ ഓയിന്റ്മെന്റ് ആണോ? ഓയിന്റ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം അല്ലെ. ഇതും എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലുള്ളതാണ്. വാട്ടർ ബോട്ടിൽ. ഓക്കെ, റിയാന കാണിച്ചു. അഖിൽ കാണിച്ചു. അസ്ന കാണിച്ചു. ആദിത്യ കാണിച്ചു. ഓക്കെ, ക്യാൻ കൊണ്ടുവരുന്ന കണ്ടില്ല മാം. ആത്മാർത്ഥത ഓവർലോഡ്. ഇച്ചിരി വലിപ്പം കൂടി പോയല്ലോ. കുട്ടികളൊക്കെ ഉള്ള വീടാണ്. മാർക്കർ ആയാലും മതി. ക്രയോണോ മാർക്കറുണ്ട്. റുബീന ഫസ്റ്റ് കാണിച്ചല്ലേ. അസ്ന, ഫൈറൂസ് കാണിച്ചു, റിയാന കാണിച്ചു, അസ്ന കാണിച്ചു, ജോൺസി ജോൺസ് അതെ, രജിതിഷ കാണിച്ചു, റുബീന കാണിച്ചു. ജോണിന്റെ കയ്യിൽ ആളുടെ കയ്യിൽ എല്ലാത്തിനും ആള് കാണിക്കുന്നുണ്ട്, പക്ഷെ നെയിം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അമിന ഷാർപ്നർ കാണിക്കുന്നുണ്ട്, പെൻസിൽ ഷാർപ്നർ കാണിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ കാണിച്ചു. ശ്രീകൃഷ്ണ കത്തി കാണിച്ചു അല്ലെ. ഷാജിയ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്താണ്? നെയിൽ കട്ടർ മാം. സംതിങ് ഷാർപ്പ് എന്നാണല്ലോ, അപ്പൊ നെയിൽ കട്ടർ വേണമല്ലോ അല്ലേ. അതെ,
ജോണി ഓക്കെ ആദ്യം പങ്കെടുത്തു. ഓക്കെ നെക്സ്റ്റ് നോക്കാം അല്ലേ മാം? ഓക്കെ നമുക്ക് അടുത്ത നോക്കാം. ഇയർഫോൺ ഇയർഫോൺസ് എന്ത് സാധനം? ഇയർഫോൺസ് നിതീഷ കാണിച്ചു, ഫാദ് കാണിച്ചു, ആമിന കാണിച്ചു, ഷാന കാണിച്ചു, സ്വാതിൻ കാണിച്ചു, അസ്ന കാണിച്ചു. ഓക്കെ, ശിവരഞ്ജിനി. ഇതെല്ലാരെയും ഉണ്ട്. ഫൈറസ് കാണിച്ചു. ഒരു ഐഫോൺ മതിയോ? എന്താണ്? നൗഫിറ. ഓക്കെ ഓക്കെ, ആദിത്യ കാണിച്ചു. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും clear ആണ്. അടുത്തത് നോക്കാം. ഓക്കെ നമുക്ക് അടുത്ത നോക്കാം അല്ലേ? വൺ ടീം ബാക്ക്. ബാഗ് റുബീന, അഖിൽ, ശ്രീകൃഷ്ണ, റിയാന ഒക്കെ കാണിച്ചു. സ്വാതിൻ, ആമിന കാണിച്ചു, ഫൈറൂസ് കാണിച്ചു, ഫെമി കാണിച്ചു, ഐഫോൺ നൗഫിറ കാണിച്ചു, കാണിക്കുന്നുണ്ട്. ഓക്കെ ജിതിഷ കാണിക്കുന്നുണ്ട്. ഫാദിന്റെ കയ്യിലില്ലേ? ബാഗ് ഇല്ല. ഓക്കെ ഫാദ് കാണിച്ചു. ഓക്കെ ഓക്കെ, അപ്പൊ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നോ? അതെ. ഇതൊക്കെ അല്ലേ? എടുക്കുന്ന ഓക്കെ, എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ്റെത് ഏകദേശം ടൈം എല്ലാം വൈൻഡപ്പ് ആവുകയാണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമുക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വേണം. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് അപ്പൊ എല്ലാവരും എന്താ ആദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, മിസ്സേ എന്നാണ് ക്ലാസ് തുടങ്ങുന്നത്, എന്നാണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് നമുക്കൊരു 10 ഓറിയന്റേഷൻ സെഷൻ ഉണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയണം, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ മുമ്പേ കാണിച്ച അതേ സ്പിരിറ്റോട് കൂടി 1 by 1 ആയിട്ട് ഓരോരുത്തർ വന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയാം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു 1 hour? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? 1 hour ആയി, 1 hour അല്ല, 1 hour കഴിഞ്ഞു. അപ്പൊ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ. ഫസ്റ്റ് ആരാണ്? എക്സ്പീരിയൻസ് കാരണം ഇപ്പൊ ഈ 2 വർഷത്തോളം നമ്മളെല്ലാരും ഒരുമിച്ച് കൊണ്ടുവരാണ് ഇതിലുള്ള എല്ലാവരും. അപ്പൊ എല്ലാരും ഒന്ന് അറ്റ്ലീസ്റ്റ് ഫേസ് എങ്കിലും കാണാൻ കഴിഞ്ഞ് നമുക്ക് എന്താ എല്ലാവർക്കും പാടി ഒരുമിച്ച് പഠിച്ച് പാസ്സായിട്ട് എല്ലാരും ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അതേപോലെ ഫസ്റ്റ് സെക്ഷൻ ഇന്ററാക്റ്റീവ് ആയിരുന്നു, നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് കയറിയപ്പോ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എന്താ പറയാന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ ട്രാക്ക് കയറിയേ ഇപ്പൊ സീനില്ല, സെറ്റാണ്. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് മുമ്പോട്ട് പോവാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ആരാ വരുന്നേ ഫീഡ്ബാക്ക് പറയാനായിട്ട്? ഫസ്റ്റ് സെഷൻ ഫീഡ്ബാക്ക് പറയാനായിട്ട് പറഞ്ഞോളൂ. ശിവരഞ്ജിനി പറഞ്ഞോളൂ. ഫസ്റ്റ് തന്നെ ടെൻഷൻ ആയിരുന്നു. കാര്യം എന്ത് പറയും, ഓറിയന്റേഷനിൽ എങ്ങനെ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഗെയിമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. 1 hour ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പോയെന്ന് പോലും അറിയത്തില്ല. നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു വരുന്നു. ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലായിരുന്നു. അപ്പൊ ഇനിയും ഇതുപോലെ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും തന്നെ വിശ്വാസം. ഓവറോൾ ഓക്കെ ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു. ഇനി ആരാ വരുന്നേ? മാം അഖിലാണോ? അല്ല, ജോണ. ജോൺസ്. ഓക്കെ, പറഞ്ഞോളൂ ജോൺ. ഇപ്പം ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഫ്രണ്ട്സിനെയൊക്കെ കോളേജിൽ പഠിച്ചിട്ട് ഇപ്പം 4-5 വർഷമായി. അപ്പം കൂട്ടുകാരുടെ കൂട്ടത്തില് മിണ്ടുക, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തില് ഗെയിം കളിക്കുക എന്നൊക്കെ, അതൊക്കെ ഇനിയിപ്പം നടക്കുവോ, ജീവിതത്തിൽ നടക്കുവോ എന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അതൊക്കെ ഈ 1 മണിക്കൂറിൽ തിരിച്ചു കിട്ടി. പിന്നെ എല്ലാരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി. അപ്പൊ അതൊരു വളരെ നല്ല കാര്യമായിട്ടാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും മച്യൂരിറ്റി കുറവെന്ന്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി എല്ലാം ഒരേ. നമ്മുടെ അൺമെച്യൂരിറ്റി ഒരു പ്രോബ്ലം അല്ല എന്നുള്ളതല്ലേ? അതെ, പക്ഷെ നല്ലതാണ്. ഒരു മൈൻഡ് കുറച്ചുനാള് റിലാക്സ്ഡ് ആയി, ഒരു കൂളായി. നന്നായിട്ട് തന്നെ പോട്ടെ. എല്ലാവർക്കും എന്താ പറയാ, നല്ലൊരു ഭാവി നേരുന്നു. താങ്ക് യു. താങ്ക് യു ജോൺ. ഇനി ആരാ വരുന്നത്? അഖില് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഞാൻ വളരെ നല്ലൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. കോളേജ് ഡേയ്സ് ഒക്കെ ഓർമ്മ വന്നു. നല്ലൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് മാം
നിങ്ങൾ നല്ല രീതിയിൽ മിസ്മാരെല്ലാം ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റീസ് ഇന്ററാക്ട് ബോറായിട്ടില്ല. വളരെ നമ്മളെ ഒരു ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റി. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു അഖിൽ. താങ്ക് യു അഖിൽ. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും ഞാൻ വരാം. ഓക്കെ ആരെങ്കിലും സ്വാതിനല്ലേ ഹലോ പറഞ്ഞേ? സ്വാതിൻ. അതെ. ആ ഓക്കെ ഓക്കെ പറയൂ. പറഞ്ഞോ. ഓറിയന്റേഷൻ ക്ലാസ് നന്നായിട്ടുണ്ട്. നമ്മള് ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ NSS ക്യാമ്പിലൊക്കെ ഉള്ളത് പോലെ അത് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ ഓരോ കളികളായിട്ടും ഒക്കെ ഓറിയന്റേഷൻ ക്ലാസ് നന്നായിട്ടുണ്ട്. പിന്നെ ഭാവിയിൽ എല്ലാവർക്കും അവരെ PG ഒക്കെ പൂർത്തീകരിക്കാൻ പറ്റട്ടെ. എല്ലാം ഓക്കെ ആയിട്ട്. താങ്ക് യു സ്വാതിൻ. ഹലോ ആദ്യത്തെ പറയൂ. നല്ല പരിപാടിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു 1 hour എങ്ങനെയാ പോയതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാരും പിന്നെ ജോബും ഉണ്ട്, രണ്ടും കൂടി പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് ഞാൻ ഒരു ജോലി നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് എനിക്ക് ജോലിയും പഠിപ്പും കൂടി ഒരുമിച്ച് പോവില്ല എന്നാണ്. പക്ഷെ ഞാൻ എല്ലാരും പരിചയപ്പെട്ടപ്പോ ജോബും ഉണ്ട്, MBA പഠിക്കണുണ്ട്. അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പൊ ഇനി ജോബും MBA കൂടി എന്നെ കൊണ്ട് പോവാൻ പറ്റും. മറ്റേത് ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് താങ്ങില്ല എന്നാണ്. ഇപ്പൊ എല്ലാരും അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ 1 hour പോയത് അറിഞ്ഞില്ല. നല്ല ആക്റ്റീവ് ആയിട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ കോളേജ് കാലഘട്ടം ഓർമ്മ വന്നു. എല്ലാവർക്കും എനിക്ക് ഇഷ്ടമായി. താങ്ക് യു. താങ്ക് യു ആദിത്യ. ഓക്കെ, താങ്ക് യു ആദിത്യ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ ആക്ഷൻ ടാസ്ക് ഒന്ന് പ്രസന്റ് ചെയ്താലോ മാം? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ, അതായത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഓരോ സെഷൻസിലും നിങ്ങൾ ആ സെഷനിൽ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ടാസ്ക് എന്നുള്ള രീതിക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരും. അപ്പൊ അതിപ്പോ ഇവിടെ പ്രസന്റ് ചെയ്ത് എന്താന്നുള്ളത് പറയും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന്, കറസ്പോണ്ടിങ് മെന്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു സേ ഹലോ ടു ഓറിയന്റേഷൻ സെഷനിലെ ടാസ്ക് ആയിട്ട് വരുന്നത്, അതായത് നിങ്ങളുടെ വെൽക്കം മീറ്റ് ആയിരുന്നു. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ലേൺ വൈസിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു. നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻട്രഡക്ഷൻ ഒരു സെഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് വരുന്ന നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നിങ്ങൾ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് നമ്മളിപ്പം സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പം അതായത് നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ഇപ്പൊ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഹോബീസ്, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ജോബ്, കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു എന്ത് ചെയ്യാം, നിങ്ങളുടെ കറസ്പോണ്ടിങ് മെന്റർക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ എന്താണ് ടാസ്ക് എന്നുള്ളത്? അതിന്റെ ഒരു എക്സാമ്പിളും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഈ ഒരു ടാസ്ക്. അതപ്പോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചാൾക്ക് സബ്മിറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, എനിക്ക് ചെയ്യണ്ടായിരിക്കുമല്ലോ, എന്റെ അത് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ജോൺ. ഇങ്ങനെ ബാച്ച് ഷിഫ്റ്റ് ആണോ ആള്? അല്ലല്ല, ഞാൻ ആ പേര് മാത്രമേ അല്ല, നോക്കൂ. ആളുടെ പേര് ജോൺ, അതിലുള്ള എക്സാമ്പിൾ ജോൺ ആണ്. ആളുടെ പേര് ജോൺ ആണ്. ലാസ്റ്റ് ടീച്ചറും പിന്നെന്നാ വേണം. പക്ഷേ സ്ട്രെങ്ത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇവിടെ ഇതില്ലാന്നാ പറഞ്ഞത്. അതെ, അതാണ്. ഓക്കെ. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സെഷൻ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഇന്ററാക്റ്റീവ് ആയിരുന്നു എന്ന് ചിന്തിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മളും ഒരുപാട് എൻജോയ് ചെയ്തു അല്ലെ മാം, MBA സ്റ്റുഡൻസിന്റെ കൂടെ. പ്രതീക്ഷിക്കുന്നതിൽ സ്മാർട്ട് ആയി. അതെ, സമയം ഒരുപാട് പേരെ പരിചയപ്പെടാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇനി വരുന്ന ഒരുപാട് സെഷൻസ് നമുക്ക് ഇനി വരാനുണ്ട്. 10ഓളം സെഷൻസ്, അതായത് ഇനി 9ഓളം സെഷൻസ് ഇനി കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് വരുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട്. അപ്പൊ ഓരോ സെഷൻസിലും വരുന്ന സെഷൻസിലായിട്ട് നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പം എല്ലാവരും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇല്ലാതെ തന്നെ എല്ലാവരും മുന്നോട്ട് വന്ന സ്റ്റുഡൻസ് ആയിരുന്നു.
സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് അതെ, ആണ്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു അല്ലെ. MBA വളരെ ആക്റ്റീവ് ആണ്. എല്ലാവരും, ഒരാളെ നമുക്ക് അങ്ങനെ പറയാനില്ല. എല്ലാവരും ഒരുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. നല്ല സ്റ്റുഡൻസ് അതെ, ആണ്, അപ്പൊ ഈ ഒരു ബേസിക്കലി നല്ല ഫസ്റ്റ് സ്റ്റുഡൻസ്. സെഷനില് അതെ, ഈ ഒരു ഫസ്റ്റ് സെഷനിലുള്ള പാർട്ടിസിപ്പേഷൻ ഇനി കമ്മിങ് സെഷൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു ആണ്. കാരണം നല്ല രീതിയിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇനിയുള്ള സെഷൻസിൽ വരിക. കാരണം നമുക്ക് ബെസ്റ്റ് പെർഫോമർ എടുക്കുന്നുണ്ട് ബാച്ച് വൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് തന്ന ആക്ഷൻ ടാസ്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് നിങ്ങളുടെ കൺസേൺഡ് മെന്ററെ ഏൽപ്പിക്കുക. ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ മെന്ററെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ മെന്റർക്ക് നാളെ വൈകുന്നേരത്തിന് അടുത്ത സെഷൻസിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ഓരോരുത്തരും ബെസ്റ്റ് പെർഫോമർ ആവാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നമ്മളുടെ ആദ്യത്തെ അച്ചീവ്മെന്റ് ആയിരിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇടയിൽ ഒരു ഇന്റർ കോമ്പറ്റീഷൻ വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാവരും സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ഈ പറയുന്ന ഓരോ ആക്ഷൻ ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ബെസ്റ്റ് പെർഫോമർ ലാസ്റ്റ് നമ്മുടെ സ്വിച്ച് ഓൺ സെഷനകത്ത് നിങ്ങളുടെ പിക്ചർ അവിടെ വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും ഒന്നുകൂടെ ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നു. നല്ല രീതിയിൽ നല്ലൊരു തുടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.